we have a special show where stories come to life through acting. Tonight, we are excited to share with you some of the most well-known characters from the Holy Bible. Get ready to see these amazing stories unfold right before your eyes. Let your imagination soar as our talented young stars bring these unforgettable characters to life. Young talents, young show. Let us wait and watch. Hello. യഹൂദ മതത്തിന്റെ കുലപതി, വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുന്നു. ദൈവത്തോട് പരിപൂർണമായ അനുസരണവും വിധേയത്വവും കാണിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ അബ്രാഹാമിന്റെ കഥകളെ വർണ്ണിച്ചിരുന്നു. യാക്കോബ് ഗോത്രപിതാക്കന്മാരിൽ പ്രധാനി. ഉൽപ്പത്തി പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രം ഇസ്ഹാക്കിന്റെയും റിബേക്കയുടെയും പുത്രൻ. ജ്യേഷ്ഠാവകാശം ചതിവായി പിതാവിൽ നിന്നും കൊലക്കയറിൽ ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നു യാക്കോബ്. യാക്കോബിന്റെ പ്രിയപുത്രൻ. സഹോദരന്മാർ വിറ്റുവെങ്കിലും ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചതുമൂലം കാരാഗ്രഹത്തിൽ നിന്നും പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിപ്പെട്ടു. വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും ആൾ രൂപം ജോസഫ്. തന്റെ കാലഘട്ടത്തിലെ നീതിമാനായ മനുഷ്യൻ. ആ കാലഘട്ടത്തിൽ ലോകം മൊക്കെയും പാപത്തിൽ മുഴുകി ദൈവത്തിന് അപ്രീതികരമായി മാറിയ കാലഘട്ടത്തിൽ ദൈവം നീതിമാനായി കണ്ട് തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നോഹ. നോഹയ്ക്ക് പെട്ടകം പണിയാനുള്ള വലിയ നിയോഗമുണ്ടായി. ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം കണ്ടെത്തിയ വ്യക്തിത്വം. തന്റെ കാലഘട്ടത്തിൽ ഏറ്റവും താഴ്മയുള്ള വ്യക്തിയായി മോശ അറിയപ്പെടുന്നു. സീനായി മലയിൽ നിന്നും ദൈവത്തിന്റെ പ്രമാണങ്ങൾ വാങ്ങിച്ച് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനായി നിന്ന് ഇസ്രായേലിനെ നടത്തിയ മോശ. ഇസ്രായേലിലെ മഹാനായ രാജാവ്. അദ്ദേഹം ഒരു കവി കൂടിയാണ്. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവ്. യഹൂദ ചരിത്രത്തിലെ പ്രധാന കഥാപാത്രം. ഈ ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് ക്രിസ്തു ഭുജാതനായത്. ഇസ്രായേലിലെ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് ഇസ്രായേലിനെ തലസ്ഥാനമാക്കിയവൻ ദാവീദ്. ദാവീദ് രാജാവിന്റെ മകനാണ്. ശലോമോന്റെ കാലഘട്ടം ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. തന്റെ ജനത്തെ പരിപാലിക്കാൻ ആവശ്യമായ ജ്ഞാനം ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ ഏറ്റവും ജ്ഞാനിയായ വ്യക്തിത്വമാണ് ശലോമോൻ. യെരൂശലേം ദേവാലയം പണി കഴിപ്പിച്ചത് ശലോമോൻ. പത്രോസ്, യേശുക്രിസ്തുവിന്റെ 1ാമത്തെ ശിഷ്യൻ. വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ യേശുക്രിസ്തു കൽപ്പിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി പത്രോസ്. പൗലോസ്, ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ച വ്യക്തിയാണ് പൗലോസ്. ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച് ദൈവം പിടിച്ചു. ദൈവത്തിനെതിരായി പ്രവർത്തിച്ചവരിൽ ദൈവം പ്രവർത്തിച്ച് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാക്കി. പൗലോസിൻ്റെതായ 13 പുസ്തകങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ദേവപുത്രന്റെ മാതാവ്, ദൈവമാതാവ് എന്ന് പൗരസ്ത്യ സഭ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്നു. പൗരസ്ത്യ സഭയിൽ യേശുവിന്റെ പെരുന്നാൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റെ പെരുന്നാളാണ്. ഏറ്റവും അധികം ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ദൈവമാതാവിന്റെ പേരിലാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, ലോകത്തിന്റെ വെളിച്ചം, ലോകത്തിന്റെ രക്ഷിതാവ്. ഒരുവൻ ദൈവത്തിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പരിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. എസ്മസിന്റെ വലിയൊരു പ്രത്യേകം 4-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തുർക്കിയിലുള്ള മീറ എന്ന സ്ഥലത്തിന്റെ ബിഷപ്പായിരുന്നു. സാന്താ നിക്കോളോസ് അദ്ദേഹം സുറിയാനി സഭയുടെ ബിഷപ്പായിരുന്നു എന്ന് പരസ്യങ്ങളെ അനുശ്വാസിക്കുന്നു.